കല്യാണിയുടെ നാടിൻ്റെ നോവായ കല്യാണിയുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കാണ് അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അങ്കമാലിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി കളമശ്ശേരിയിലേക്ക് എത്തിച്ചത്. ഇൻക്വസ്റ്റ് നടപടികളിൽ പ്രഥമദൃഷ്ട്യാ മറ്റ് മുറിവുകളൊന്നുമില്ല. ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ മുകളിൽ നിന്ന് എടുത്ത് താഴേക്കെറിഞ്ഞ അതിൽ മുങ്ങി മരിച്ചതാണ് എന്നതിനപ്പുറം മറ്റ് പരിക്കുകളൊന്നും ശരീരത്തിലില്ല. അതാണ് പ്രാഥമിക ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇനി ആന്തരികമായി മറ്റ് പരിക്കുകളുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലാണ് അറിയേണ്ടത്. റാഫി കരീമാണ് ആ വാർത്തകൾ ഒരുമിച്ച്. റാഫി, അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ തന്നെയല്ലേ? ഹാഷ്മി, ഇപ്പോൾ കല്യാണിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇനിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിവേഗം തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി അരമണിക്കൂർ കൊണ്ടാണ് ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. ഫോറൻസിക് സർജൻ അടക്കമുള്ള ആളുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗം പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇനി കൃത്യമായ പരിശോധനകൾ നടക്കും. ഈ നേരത്തെ ഇൻക്വസ്റ്റിൽ ശരീരത്തിലെ മറ്റു മുറിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയാണ്. മരണകാരണം എന്തുകൊണ്ടാണ് ഈ പുഴയിലെറിഞ്ഞു കൊല ചെയ്തു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മരണകാരണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയുള്ള കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കര പൊതുശ്മശാനത്തിലാണ് തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് 4 മണിയോടുകൂടിയാണ് നടക്കുക. ഈ മൃതദേഹം 1 മണിയോടുകൂടി ഇവിടെ നിന്ന് വിട്ട് കിട്ടും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ 2 മണിക്കു ശേഷം ഈ കല്യാണിയുടെ വീട്ടിൽ തിരുവാണിയൂരിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഒരു 2 മണിക്കൂർ നേരമായിരിക്കും അവിടെ പൊതുദർശനം ഉണ്ടാവുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മതാചാര ചടങ്ങുകൾ നടക്കും. ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ വരുത്തിയിരിക്കുന്നത്. ഈ ബന്ധുക്കൾക്കൊപ്പം തന്നെ ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും ഇപ്പോഴും മെഡിക്കൽ കോളേജിലുണ്ട്. വലിയ പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് ഈ കുട്ടിയെ കാണാതായി എന്നുള്ള വിവരം പുറത്തു വരുന്നത് 9 മണിക്ക് ശേഷമാണ്. പിന്നീട് ഓരോ മിനിറ്റും ആളുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ജീവനോട് കൂടിയായിരിക്കും ഈ മൃതദേഹം കിട്ടുക എന്നുള്ളതാണ് ഈ ജീവനോട് കൂടിയായിരിക്കും ഈ കുട്ടിയെ കിട്ടുക എന്നുള്ള പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു ഇന്നലെ നടന്നത്. 5 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്നലത്തെ ഈ തിരച്ചിലിന് ഒപ്പമുണ്ടായിരുന്നത്. ഒപ്പം തന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, പൊതുപ്രവർത്തകർ എല്ലാവരും തിരച്ചിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അമ്മയുടെ മൊഴി വരുന്നത്, ഈ അമ്മയുടെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അപ്പോഴും പോലീസ് ആദ്യഘട്ടത്തിൽ ഈ മൊഴിയൊന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇവർ പങ്കുവച്ച വിവരങ്ങളൊന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനുശേഷം CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും കിട്ടുന്നു. ഇതിന് ശേഷമാണ് ഈ അമ്മ കുട്ടിയെ ഈ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അപ്പോഴും ഒഴുക്ക് കുറവായിരുന്നു പുഴയിൽ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ജീവനോടെ എങ്ങനെയെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായത് കഴിഞ്ഞ പോയ രാത്രി നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം വേദന, നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ജീവനോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കളമശ്ശേരിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ ചിരി എല്ലാവരുടെയും ഉള്ളിലെ തീരാത്ത വേദന നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അധികം വൈകാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന തരത്തിലാണ് അവിടെ ക്രമീകരണം.